വടകര കോടപ്പള്ളിയിലെ സാരംഗ് എന്ന കുട്ടിപ്പാട്ടുകാരന്റെ സംഗീത വിശേഷങ്ങളാണ് ഇന്ന് കുട്ടിത്താരത്തിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാൻ പോകുന്നത്. സാരംഗ് വിതറിയ പാട്ടിന്റെ പിച്ചകപ്പൂക്കൾക്ക് ഇക്കാലത്ത് കൂടുതൽ സുഗന്ധം അനുഭവപ്പെടും. അക്രമാസക്തമായ നമ്മുടെ കൗമാരത്തേക്ക് ആശങ്കപ്പെടുത്തുന്ന സമൂഹത്തിന് വേറിട്ട ശബ്ദമാണ് നമ്മുടെ 9ാം ക്ലാസ്സുകാരനായ സാരംഗ്. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിങ്ങിയ ശയ്യാതലത്തിൽ, പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിങ്ങിയ ശയ്യാതലത്തിൽ. ഇത് വടകര കോട്ടപ്പള്ളിയിലെ സാരംഗ് രാജീവൻ. പിന്നിലാവുള്ള പാട്ടിലെ പിച്ചകപ്പൂക്കളുടെ സുഗന്ധം പടർത്തി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ കുട്ടിപ്പാട്ടുകാരൻ. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാരംഗ്. ചെറുപ്പം തൊട്ടേ കൂടെ പാട്ടുമുണ്ട്. അങ്ങനെ പാടിത്തുടങ്ങിയ പാട്ട് ഇന്നും നിർത്താതെ തുടരുകയാണ്. കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു, തെന്നൽ മതിച്ചു പാടുന്നു. ഈ കൊറോണ ടൈമിലാണ് ഈ ശ്വേതേശിൻ്റെ അമ്മ വിളിച്ചു പറയും, ഇപ്പോൾ കൊറോണ ടൈമല്ലേ, വെറുതെ ഇരിക്കുന്നല്ലേ, ചെറിയ ചെറിയ പാട്ടിലിട്ടിട്ട് ചെറുതായിട്ട് തുടങ്ങാതെ. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് സാധാരണ രീതിയിൽ പാട്ട് പാടി അങ്ങനെ അത് കുറേ ആൾക്കാർ കണ്ട് കുറേ ലൈക്ക് വന്ന് പിന്നെ സാഗരങ്ങളെ പാടി. അതിപ്പോൾ ശിവൻകുട്ടി സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ഞാൻ പഠിക്കുന്ന മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ആടാം പാടാം പറയാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു അതിൻ്റെ ഒരു പേര്. അപ്പോൾ അതിൽ മുന്നോടിയായിട്ട് ആദ്യം തന്നെ എൻ്റെ ഒരു പാട്ട് പാടണമെന്ന് സ്കൂളിലത്തെ ടീച്ചർ ഷീന ടീച്ചർ പറഞ്ഞു. മ്യൂസിക് സാർ പറഞ്ഞു സാഗരങ്ങൾ പാടിക്കുമെന്നു. പിന്നെ അതിനുശേഷം പിന്നെ കുറേ പാട്ട് പാടി. പക്ഷേങ്കിൽ ഇതിൽ കൂടുതൽ സാഗരങ്ങളെയാണ് നല്ല വൈറലായി പോയത്. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. സംഘർഷഭരിതമല്ലാത്ത ജീവിതത്തെപ്പറ്റി കുട്ടിക്കാലം നഷ്ടപ്പെടുത്താതെ കുട്ടികൾ പാടുന്നും പറയുന്നുമുണ്ട്. അത് കേട്ട് ലോകം സന്തോഷിക്കുകയും ചെയ്യുന്നു. കൂടെ സാരംഗ് എന്ന ഈ കുട്ടിപ്പാട്ടുകാരനും. അമ്പിളിച്ചേലുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹജറ. സാരംഗിന്റെ പാട്ടുകൾ കടല് പോലെ അവസാനിക്കാത്തതാകട്ടെ. വടകര കോട്ടപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.